വരൂ ഇൻസ്പെക്ടർ സാർ, വെൽക്കം. താങ്കൾക്ക് എന്താണ് വേണ്ടത്? നിന്റെ കടയിൽ ഒരു തേനീച്ചയെ പോലും കാണുന്നില്ല. അതിന്റെ അർത്ഥം ഓഹോ എന്ന് വെച്ചാ? മധുരമുള്ളതല്ല. എല്ലാ പലഹാരങ്ങളും എന്റെ ജീപ്പിൽ വെക്ക്. വേഗമാകട്ടെ. പോലീസാണ്, ഞാൻ പിറ്റായിട്ട് തന്നെ ഇരിക്കാം. കള്ളൻ! ഇൻസ്പെക്ടർ പാണ്ഡയുടെ വീട് കൊള്ളാം. ഇന്നത്തെ കലാപരിപാടികൾ എന്തായാലും ഇവിടെ നിന്ന് തുടങ്ങാം. ഇന്നെന്തായാലും ഫോളായിരിക്കും. ഇന്നെന്തായാലും ഒരുപാടായി. ഇനി എന്തായാലും പുറത്തേക്കൊന്ന് പോയേക്കാം. പാണ്ഡയുടെ യൂണിഫോം. ഇനി ഇൻസ്പെക്ടർ സാഡ നഗരത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. ഓടിക്കോ. എന്റെ യൂണിഫോമും എന്റെ ജീവൻ എടുത്തോട്ട് എങ്ങോട്ടായി പോകുന്നതാ? പറയൂ, എന്താ വേണ്ടത്? ഷേർ സാഹിബിന്റെ ഫോൺ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ രക്തം കാണാതായി. തന്റെ കടയിലുള്ള എല്ലാ രക്തങ്ങളും എന്ന് വെച്ചാ? തന്റെ രക്തങ്ങളെല്ലാം എന്റെ ബാഗിൽ നിറക്കാൻ. അതിൽ ഷേർ സാഹിബിന്റെ രക്തങ്ങളുണ്ടോ എന്ന് ഞങ്ങൾക്ക് പരിശോധിക്കണം. പക്ഷേ രക്തം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പട്ടിയുടെ പേരാണ്. ആരാണ് പട്ടി, ആരാണ് രക്തമെന്ന് ഞങ്ങൾ എന്ന് വെച്ചാ? പോലീസിന് വിട്ടേക്കാൻ. തന്റെ രക്തങ്ങൾ ബാഗിൽ നിറക്ക. ഈ യൂണിഫോം സാണ്ടയ്ക്കുന്ന ഒരു സഹായമാണ്. ഇന്ന് എനിക്കെല്ലാം സൗജന്യമാണ്. അയ്യോ, എന്റെ രക്തങ്ങളെല്ലാം കൊണ്ടുപോയി ഞാൻ ഇനി എന്ത് ചെയ്യും? യൂണിഫോം ഇല്ലാത്ത എന്നെ പുറത്തെ പോലീസുകാരനെ ഇനി ഹണി മണി കൊണ്ട് മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ. സ്കേറ്റ് ബോർഡ് ഉപയോഗിക്കേണ്ടത് കാലുകൊണ്ടാ, അല്ല തല കൊണ്ടല്ല. സ്കേറ്റിംഗ് ചെയ്ത് ഞാനൊക്കെ ബോറടിച്ചിരിക്കുക. നമുക്ക് വേറെ അഡ്വഞ്ചർ എന്തെങ്കിലും നോക്കിയാലോ? എന്നാ പിന്നെ നമുക്ക് ചെസ് കളിക്കാം. അതിലെന്താണ് അഡ്വഞ്ചേഴ്സ് ഉള്ളത്? നമുക്ക് ശരിക്കുള്ള ആനയുടെ കുതിരയുടെ ഒപ്പം കളിക്കാന്നേ. ഇൻസ്പെക്ടർ പാണ്ട, താങ്കൾ എന്താ യൂണിഫോം ഇവിടെ മറന്നുപോയതാണോ? ഇൻസ്പെക്ടർ പാണ്ട, ഇങ്ങനെ കിടന്ന് കരയില്ലേ? എന്താ കാര്യം ഒന്ന് തുറന്നു പറയേ. എന്റെ വീട്. അല്ല, സാറിന്റെ വീടിന് എന്താ പറ്റിയത്? ബാക്കി കൂടി പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യും. എന്റെ യൂണിഫോമും എന്റെ ജീപ്പിന്റെ ചാവിയും എല്ലാം എടുത്തോണ്ട് പോയി. ഇതാണ് അവന്റെ ഫോട്ടോ. ഇത് മോശമായി പോയി. അവൻ എന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് നഗരം മുഴുവൻ കവർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വരയാടികളെല്ലാം ജയിലിലാക്കി ഒട്ടകത്തെ കളിയാക്കുന്നു എന്നതാണ് കുറ്റം. എന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് അവൻ സിറ്റി മുഴുവൻ തന്നെ നശിപ്പിക്കുമെന്ന് തോന്നുന്നു. അവനെ പിടിക്കാനായിട്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. പേടിക്കണ്ട വേണ്ട സാറേ, എന്തിനും ഞങ്ങളുണ്ടല്ലോ. വരൂ, നമുക്ക് ഒരുമിച്ച് പോയി ആ സാൻഡെ കണ്ടെത്താം. എടാ പോപ്പട്ടെ, അവര് നമ്മള് പോലീസുകാരൊന്നും അല്ലല്ലോ. പിന്നെ എങ്ങനെ അവനെ നമ്മള് കണ്ടുപിടിക്കുന്നത്? നിന്നെ കൊണ്ട് ശരിക്കും ഞാൻ തോറ്റു. സാർ, നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതെ പാണ്ട സാറേ, ഇനി ഒരിക്കലും വൈകിക്കൂടാ. വരൂ കൂട്ടുകാരെ, വരൂ. മേഡം സൂപ്പർ ഒരു കാർ മേടിച്ചല്ലോ. എന്നിട്ട് നമ്മളോടൊന്നും പറഞ്ഞതുപോലും ഇല്ല. ഇല്ല, ഈ കാർ ഇങ്ങനെ മാറ്റിയത് ഇൻസ്പെക്ടർ സാൻഡയാണ്. അദ്ദേഹം എന്റെ കാർ തടഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്ന് ഒട്ടും മഴയില്ലാന്ന്. എന്നിട്ട് നിങ്ങളുടെ കാറിൽ മഴ കൊള്ളാതിരിക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്റെ കാറിന്റെ മുകൾ ഭാഗം കൊണ്ടുപോയി. അല്ല, ഇൻസ്പെക്ടർ സാൻഡ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഒരു മണ്ടന് മറ്റൊരു മണ്ടൻ പറയുന്നത് കാര്യമായിട്ടേ തോന്നുള്ളൂ. ഇന്നലെ എന്റെ അമ്മാവൻ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചായിരുന്നു. ഞാൻ ഇൻസ്പെക്ടർ സാൻഡക്കിന്റെ ബാഗിന്റെ കീ കൊടുത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞു കൈയടിക്കാൻ, ബാഗിലെ നോട്ട് നോക്കണം, ചെക്ക് ചെയ്യാൻ. ചെക്കിംഗ് നടക്കട്ടെ എന്ന് കരുതി ഞാൻ ആ കീ എടുത്തു കൊടുത്തു. എല്ലാ കാശും കൊണ്ടുപോയി ആ സാൻഡ. താങ്കൾ എന്തെങ്കിലും ചെയ്യണം ഇൻസ്പെക്ടർ പാൻഡ.
ഈ സാണ്ട എത്രയും പെട്ടെന്ന് പിടിക്കണം, അല്ലെങ്കിൽ ശരിയാവൂല. ഇല്ലെങ്കിൽ ഇവൻ വീണ്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ പാണ്ഡ സാറേ, അവനെ ട്രാക്ക് ചെയ്യാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. തീർച്ചയായും. കുട്ടികളെ വേഗം പോകൂ, എന്റെ കാർ എടുത്തോളൂ, എന്നിട്ട് ആ സാൻഡയെ വേഗം പിടിക്കൂ. നമുക്ക് ഉടൻ തന്നെ അവനെ പിടികൂടണം. വരൂ. വരൂ ഇൻസ്പെക്ടർ സാർ, വെൽക്കം. താങ്കൾക്ക് എന്താണ് വേണ്ടത്? നിന്റെ കടയിൽ ഒരു തേനീച്ചയെ പോലും കാണുന്നില്ല. അതിന്റെ അർത്ഥം ഓഹോ എന്ന് വെച്ചാ മധുരമുള്ളതല്ല. എല്ലാ പലഹാരങ്ങളും എന്റെ ജീപ്പിൽ വെക്ക്. വേഗമാകട്ടെ. പറയൂ സാർ, എന്താ വേണ്ടത്? ഉം. നിന്റെ കടയിൽ നീല നിറത്തിലുള്ള ഒരു ഫ്രൂട്ട് പോലും കാണുന്നില്ല. ഇല്ല. വെരി ബാഡ്. നീല നിറത്തോട് കാണിക്കുന്ന അന്യായമാണിത്. വെരി ബാഡ്. ക്ഷമിക്കണം സാറേ. എനിക്ക് നിന്റെ സോറി ഒന്നും ആവശ്യമില്ല. എല്ലാ ഫ്രൂട്ട്സും എടുത്ത് എന്റെ വണ്ടിയിൽ വെക്ക്. വേഗമാകട്ടെ. ഓ വേഗമാകട്ടെ. നീല നിറം കാരണം എന്റെ ജീവിതം മൊത്തം ഇല്ലാണ്ടായല്ലോ ദൈവമേ. കൂട്ടുകാരെ, ഇയാളാകെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇയാളെ പറ്റിച്ചത് ആ സാണ്ടയായിരിക്കും. എന്താണ് സംഭവിച്ചത്? ഒരു പോലീസുകാരൻ എന്റെ എല്ലാ ഫ്രൂട്ട്സും കൊണ്ടുപോയി, അതും ഫ്രീ ആയിട്ട്. അവൻ പോലീസല്ല, അവൻ കള്ളനാണ്. ഇവൻ തന്നെയല്ലേ അത്? അതെ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങളുടെ എല്ലാ ഫ്രൂട്ട്സും ഞങ്ങൾ തിരികെ കൊണ്ടുതരും. വലിയ ഉപകാരം. ഈഷ്, അതാ പോകുന്ന കള്ളൻ. പിടിക്കവനെ. ഓ, ഇത് അതേ പാണ്ഡ്യയാണല്ലോ. ഇവന്റെ യൂണിഫോം ആണല്ലോ ഞാൻ ഇട്ടിരിക്കുന്നത്. ഇയാൾ ഞാൻ ഇട്ടിരിക്കുന്ന യൂണിഫോം പിടിച്ചു വാങ്ങുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ജമ്പ്. എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം. താങ്ക് യു. ഐസ്ക്രീമും കഴിച്ച് നമുക്ക് അടിച്ചു പൊളിക്കാം. ഇനി അടിച്ചു പൊളിക്കാൻ പോകുന്നത് ഈ ഞാനാണ്. അയ്യോ, എന്നെ കണ്ണ്. മണി ഒന്ന് സൂക്ഷിച്ചേ. എല്ലാവരും വഴിയിൽ നിന്ന് ഈഷ്, എന്നെ ഒന്ന് രക്ഷിക്കാ. മുടി കൊഴിയാൻ കാരണം പലപ്പോഴും തലയിലെ താരനാണ്. കള്ളൻ വേറെ ആരോ ആണ്, എന്നിട്ട് തല്ലുകൊള്ളുന്നത് ഞാനാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഒരുപാട് വെറൈറ്റി വീഴ്ചകൾ ഞാൻ വീണിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വീഴ്ച ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഈഷ്. എടാ പണി തീർന്നോ? ഇതൊരു വല്ലാത്ത വീഴ്ചയായി പോയി. പെട്രോൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഈ പെട്രോളിന്റെ പൈപ്പ് എന്റെ കയ്യിലേക്ക് തന്നേക്ക്, അല്ലെങ്കിൽ അയ്യോ വേണ്ട സാറേ. നിങ്ങൾ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇത് ഞാൻ ഒട്ടും അംഗീകരിക്കില്ല. എല്ലാം നശിച്ചേ. വേഗം പമ്പിലോട്ട് വാ. സാർ നിർത്തൂ. സാറിന് എന്താ വേണ്ടത്? താൻ പെട്രോൾ എന്ന പേരിൽ വെക്കുന്നത് വെള്ളമാണല്ലേ? അയ്യോ അല്ല സാറേ, ഇത് പെട്രോൾ തന്നെയാണ്. അത് ശരി. അങ്ങനെയാണെങ്കിൽ എന്റെ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് പെട്ടെന്ന് ഫുള്ളാക്ക്. അഥവാ വണ്ടി ഓടിയാൽ അത് വെള്ളമല്ല, പെട്രോളാണ്. ഓക്കെ ഓക്കെ സാർ. ഓ, ഇവന്മാർ ഇവിടെ എത്തിയോ? ദാ നോക്ക്, അവനത് അവിടെയുണ്ട്. ആ, 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 ആ. കൊച്ചളിയ, ഒരു പക്ഷേ ഈ സാണ്ടേ ഈ സിറ്റിയിലുള്ള മുഴുവൻ പോലീസുകാരും വിചാരിച്ചാലും പിടിക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നേ. ഇല്ല വലിയ എലിയ, തീർച്ചയായും അവനെ നമ്മൾ പിടിക്കും. നിങ്ങൾ എന്നെ എങ്ങനെ പിടിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഓ, ഈഷ്, കള്ളനതാ പോകുന്നുണ്ട്. പിടിക്കവനെ. സല്യൂട്ട് സാർ. ഏത് വണ്ടി ഇത് വഴി പോയാലും ആ വണ്ടി നിർത്തി 1/2 മണിക്കൂർ പരിശോധിക്കണം. മനസ്സിലായോ? സാർ. അതെടുത്ത് ഒന്ന് പരിശോധിക്കണം.
പോലീസ് ഞാനാണ്. അതാ പോയില്ലേ, അവനാണ് കള്ള. എന്റെ തുണിയും എന്റെ ജീപ്പുമാണ് മോഷിച്ചത്. ഞങ്ങളെ വിട്, പോകാൻ അനുവദിക്ക. ഓക്കെ സാർ. പാണ്ഡ സാറേ, സാറിന്റെ ID കാർഡ് സാറിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വളരെ നന്നായി. ആ അതെ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഡ്രസ് ഇട്ടുണ്ടോന്നാ പാണ്ഡ സാർ പോലീസാണെന്നുള്ള കാര്യം ഞങ്ങൾ പോലും സമ്മതിക്കില്ലായിരുന്നു. സൂക്ഷിച്ച് മുന്നോട്ട് നോക്ക്. അയ്യോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്റെ കണ്ണിലാകെ ഇരുട്ട് കയറിയിരിക്കുക. ആരെങ്കിലും ഇതൊന്ന് മാറ്റിത്താ. നിനക്കൊന്നും കാണാൻ പറ്റുന്നില്ല, പിന്നെ നീ ഇരുട്ട് മാത്രം ഇത്ര വ്യക്തമായിട്ട് എങ്ങനെയാ കാണുന്നത്? വണ്ടിയുടെ മുന്നിൽ നിന്ന് മാറ്റൂ ഡ്രം, അല്ലെങ്കിൽ നമ്മുടെ കാറ് വല്ല മരത്തിൽ ചെന്നിടിക്കും. ബൂം, അടികൈ. വേണ്ട പോകുന്നു സാണ്ട. ഇനി നീ രക്ഷപ്പെടില്ല കള്ള സാണ്ട. പിടിക്കവനെ. എടാ സാണ്ട, നിക്കടാ അവിടെ. നീ എന്താ വിചാരിച്ചത്? ഞങ്ങളുടെ പാണ്ഡ സാറിന്റെ യൂണിഫോം ഉപയോഗിച്ച് എല്ലാ നാട്ടുകാരെയും പറ്റിക്കാന്നോ? വിടില്ല. നിക്കടാ അവിടെ. പോലീസിന്റെ പേര് നശിപ്പിക്കാൻ നോക്കുകയാണോ? വെരി ബാഡ്. വെരി ബാഡ്. പറ മാപ്പ്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, ഇൻസ്പെക്ടർ പാണ്ഡ്യയോട് മാപ്പ് ചോദിക്കാൻ. ദാ നിങ്ങളെല്ലാരും കണ്ടോ, വളരെ സൈലന്റ് ആയിട്ട് അവൻ മാപ്പ് ചോദിക്കുന്നേ. എടാ അവനെന്താ മൂക്കുകൊണ്ട് മാപ്പ് ചോദിക്കുവോ? അവന്റെ വായിന്ന് കൈയെടുക്കടാ. എനിക്ക് എന്റെ തെറ്റുകളെല്ലാം മനസ്സിലായി. പ്ലീസ് എനിക്ക് എന്ന് വെച്ചാൽ ബാബു തരൂ എനിക്ക്. എന്റെ പിള്ളേരെ, പാറക്കല്ലുകളിലെല്ലാം ശില്പങ്ങൾ കുടികൊള്ളും. ഇനി നീ ജയിലിൽ എണ്ണ പുരട്ടിയ വടി കൊണ്ട് അടികൊള്ളും. അടികൈ.